ആഷ്മി, ഇതാണ് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. സ്മിത കണ്ടിട്ടുണ്ടോ ഈ കോളേജ്? അല്ല, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? എനിക്ക് അതിന്റെ ഭാഗ്യം ഇപ്പൊ ഉണ്ടായി അല്ലേ? ആഷ്മി ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, കൺഗ്രാജുലേഷൻ. അപ്പൊ നമുക്ക് പിന്നെ ഒരുപാട് ഈ കോളേജിലാണല്ലോ നമ്മൾ കുറച്ചു കാലം ഫൈറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ട്. അപ്പൊ MLA ആണ്, തൃശ്ശൂർ MLA ബാലചന്ദ്രൻ എന്റെ വിദ്യാർത്ഥി കൂടിയാ. അതുകൊണ്ട് അങ്ങനെ കുറെ MLA-മാരും മന്ത്രിമാരും നമ്മുടെ കൂടെ ഉണ്ട്. 18 പേരുണ്ട്. എല്ലാം കൂടെ അല്ലേ? രാജൻ, സുനിൽകുമാർ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു, നമ്മുടെ മുൻ ഇദ്ദേഹത്തിന്റെ അതേ പാർട്ടി. ഓക്കെ. ബാലേന്ദ്ര, നമ്മുടെ കേരളവർമ്മ കോളേജിൽ ഇപ്പോഴും അവസ്ഥ എന്താണ്? ആദ്യം അത് വഹിക്കണമല്ലോ. കേരളവർമ്മ കോളേജ് ഇപ്പോഴും ലൈവാണ്. നാക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടില്ല, അതിന്റെ കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ക്യാമ്പസാണ്. ഞാനും ബാലേന്ദ്രനോട് തമ്മിൽ കാണുമ്പോൾ ബാലേന്ദ്രന്റെ മനസ്സിലെന്താ? മാഷ് ഇവിടെ ഉണ്ടായിരുന്ന കാലാണ്. പേരറിയാത്ത മരങ്ങളുടെ ചുവട്ടിൽ വെച്ച് നമ്മൾ കണ്ടതും സംസാരിച്ചതും. ഇവിടെ നിന്നാണ് മാഷ് ആകാശവാണിക്ക് പോയത്. സ്ട്രിക്റ്റ് മാഷായിരുന്നോ? ഞങ്ങളോടൊപ്പമായിരുന്നു. ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ രണ്ടൂരൂലൊക്കെ. അപ്പൊ സദാനന്ദനുണ്ട് നമ്മള് ഇവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, KS സദാനന്ദൻ എന്നറിയപ്പെടും. സദാനന്ദ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത്തരം ഒരു പ്രൊജക്ട്, ഇത്തരം ഒരു ക്യാമ്പയിൻ വളരെ സന്തോഷം അറിഞ്ഞതിൽ. ഇതിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിച്ചു. പക്ഷെ ഭയങ്കര റെസ്പോൺസ് ആണ് ബാലേന്ദ്ര, കാരണം ആൾക്കാർ പേടിച്ചിരിക്കുക. മാഷ് ഇത് ആരംഭിച്ചതിന് ശേഷം, SKN ഇങ്ങനൊരു യാത്ര ആരംഭിച്ചതിന് ശേഷം രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്കും റാക്കറ്റിനും ഒരു പേടി കടന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയമായൊരു അവബോധവും ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലെ പോലീസും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഏരിയയിലേക്ക് ഒരു അവസ്ഥ എന്താ സാധനം രാസലഹരി പ്രയോഗത്തില്? അതില് കൂടുതൽ തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു യൂത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അതിൽ ഇൻവോൾവഡ് ആണ്. പക്ഷെ ഇതൊക്കെ അവരെ അലർട്ട് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാവും. മാത്രമല്ല അതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു ചാനല് സർത്തകാലത്ത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ മാഷ് ഇതിൽ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമാണുള്ളത്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ്, ഹാൻഡ്ബോൾ ടീമിന്റെ കോച്ചാണ്, നാഷണൽ റഫറിയാണ്, ഒക്കെയാണ്. സ്പോർട്സ് ആണ് ലഹരി പ്രചരിപ്പിച്ചൂടെ? സ്പോർട്സ് ആണ് ലഹരി ഉണ്ടല്ലോ. കേരളത്തിലെ 5 ടീമിൽ കളിച്ച സുവോളജി ആയിരുന്നു സബ്ജക്റ്റും. ആകെ ഒരു രജിസ്റ്റേർഡ് OSC ഇവിടെ ഉള്ളൂ, കേരളമോളയിലുള്ളൂ. അതിന്റെ പ്രസിഡന്റാണ്. പിന്നെ ഈ ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് ഇത് രക്ഷപ്പെടുത്തണം. പക്ഷെ അത് ഞാൻ ഇവിടുത്തെ ഒരു മുൻ സർക്കിളായിട്ട് ഞാൻ സംസാരിച്ചു. ഇവിടെ 2 വീട് തൊട്ടടുത്താണ്, സാറിന് അറിയാം, തൊട്ടടുത്താണ്. അപ്പൊ അവിടുത്തെ സർക്കിളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സർക്കിൾ പറഞ്ഞ എന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് 62 വയസ്സായി. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, ചേട്ടന് എത്ര വയസ്സായി ചോദിച്ചു. അപ്പൊ എനിക്ക് 62. അപ്പൊ സാറിന് ചേട്ടന് അസൂയാണ്, കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ ചേട്ടന് അസൂയ. അപ്പൊ ഞാൻ അതല്ല സാർ എന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ട്, ഉറപ്പായിട്ട് പറഞ്ഞാണ്, എന്റെ അടുത്ത് പറഞ്ഞതാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് സാർ എന്നോട് ചോദിച്ചേ, ഞാനിപ്പോ ഞാൻ ഇടപെട്ടു ചോദിച്ചോ, നിങ്ങൾ ഇടപെട്ട് നിങ്ങൾക്ക് അസൂയ, പിന്നെ നിങ്ങൾ സദാചാര പോലീസാവും. ഞാൻ ഇടപെട്ട് ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നുള്ള കേസ് വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി അവിടുത്തെ ലേഡീസിനെ സംഘടിപ്പിച്ചിട്ട് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലേഡീസിനോട് ചോദിക്കാം. ക്ലാസ് എടുക്കാൻ പോകുന്ന പല സ്കൂൾ കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത് പിടിച്ചു. ഈ പിടിച്ച സംഭവം ഈ പ്രിൻസിപ്പാളിനോട് ചെന്ന് പറയുമ്പോൾ അവര് പറഞ്ഞേ ഞങ്ങളുടെ സ്കൂളും കോളേജിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ പിടിച്ച കേസാണ് പറയുന്നത്. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ അവർ പറഞ്ഞെന്താന്ന് പറയാം, എന്റെ സാറേ ഞാൻ 3 തവണയായി ഇപ്പോ ഈ അവരുടെ കമ്മീഷന്റെ അടുത്ത് പോയിട്ട് വിഷമിക്കണത്, ഞാൻ എന്തിനാ ഈ പണിക്ക് പോണേന്നാണ് ചോദിക്കുന്നത്. ഇതിനൊന്നും മാറ്റം വരുന്നത് വൈകിപ്പോയി എന്നാണ് പറയാനുള്ളത്. വളരെ വൈകിപ്പോയി. അതായത് മല ഇടിഞ്ഞു വീഴുമ്പോഴേ കേരള സർക്കാർ ഉണരുള്ളൂ, ആൾക്കാർ ചത്തു പോകുമ്പോ. അതിന് മുന്നേ ചിന്തിക്കണം. ആനന്ദിന്റെ പുസ്തക റിലീസിന് അല്ലേ? ഓക്കെ. അപ്പോ വൈകിപ്പോയിട്ട് ഇപ്പോഴെങ്കിലും ഉണർന്നില്ല, പ്രത്യേകിച്ച് ചാനലിൽ ഉണർന്നില്ല. ഞാൻ 1 കൊല്ലം സമരം ചെയ്തതാണ് തോട്ടപ്പടിയിൽ മദ്യഷാപ്പിനെതിരായിട്ട്. അന്നാണ് മനസ്സിലായി അടച്ചടച്ചു ബീവറേജിനെതിരായിട്ടുള്ളത്. അന്നാണ് കുട്ടല്ലൂർ അന്നാണ് മനസ്സിലായി അതന്നെയാണ് പ്രശ്നം. ഒരു ഭാഗത്ത് നമ്മൾ മദ്യത്തിനെതിരായിട്ട് പറയും, മറുഭാഗത്ത് സാധനം കൊടുക്കും. അതാണ് ഈ അപകടം ഉണ്ടാകാൻ പോണത്. ഇതന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്. എല്ലാവരും മദ്യമാണ് ലഹരി എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് ഉണ്ടാക്കുന്നത് അപകടം കുട്ടികൾ. അപ്പൊ ഇത് പോരാണ്ട് വരെയാണ് MDMA-യിലേക്ക് വരുന്നത്. പിന്നെ കുട്ടികളുടെ സ്ട്രെസ്, ഇവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങനെ എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് 10 ദിവസം കഴിഞ്ഞ് നിൽക്കരുത് എന്നാണ് എന്റെ. നിർത്തത്തില്ല. അപ്പൊ ഇവര് പറയട്ടെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോന്നോ?
ഓക്കെ. അപ്പൊ ഇതറിഞ്ഞോ നമ്മള് നടത്തുന്ന ഒരു മദ്യവിരുദ്ധ യാത്ര? മദ്യമല്ല, നമ്മള് രാസലഹരിയാ അപ്പം ഇത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇതിനെതിരെ, ലഹരിക്കെതിരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. എന്ത് പറയുന്നു? അപ്പൊ ഈ രാസലഹരി കാര്യമൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നതിനെതിരെ പൊരുതി തന്നെ വേണം. എന്തായാലും അതിനുവേണ്ട പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന വേണം. ഓക്കെ. അപ്പൊ നമ്മുടെ MLA ബാലേന്ദ്രൻ, നമുക്കൊരു വാർത്ത കയറാൻ സമയം. എന്നാലും ഇപ്പൊ ഈ തൃശ്ശൂരിൽ പൊതുവെയുള്ളൊരു അവബോധം എങ്ങനെയുണ്ട്? തൃശ്ശൂർ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടമാനം കേസുകൾ പിടിച്ചു. തൃശ്ശൂരിലെ സ്കൂളുകളില് രഹസ്യമായിട്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ പള്ളിക്കൂടങ്ങളിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇവർക്ക്? അതൊരു റാക്കറ്റ് എന്നുള്ള നിലയ്ക്ക് അത്ര ഇത് ആയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പഴയ നമ്മുടെ കാക്കനാടനും മുകുന്ദനും സേതുക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ അസ്തിത്വ പ്രശ്നങ്ങളാണ് കുട്ടികളെയും യുവാക്കളെയും ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള യാതൊരു ഇതും സാഹിത്യകാരന്മാർക്കെതിരെ പ്രശ്നമൊന്നുമില്ല. ഈ ന്യൂജൻ എന്തുകൊണ്ട് ഇതിലേക്ക് സാഹിത്യകാരന്മാരുടെ ആവശ്യം അവർക്കില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കാണ്. ഇത് അടിച്ചാൽ വേറെ ലോകത്തെത്തും. പക്ഷെ അത് അടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ കൊടൈക്കനാൽ പോലുള്ള പ്രദേശങ്ങളിൽ കൂൺ ഈ മയക്കുമരുന്നിന്റെ കൂണുണ്ട്. നമ്മൾ പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് ഗമിച്ചു കളയും. അല്ല, അത് ഓംലൈറ്റില് കഴിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്.